ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുകന്യ ആ രാത്രി തന്നെ ധർമ്മൻ്റെ കണ്ണ് വെട്ടിച്ച് ഫോണും എടുത്ത് പുറത്തേക്ക് വന്നിട്ട് രാജശ്രീയെ ഫോണിൽ വിളിക്കുകയാണ്. ഏട്ടത്തി, എന്താ കാര്യം? ശശീന്ദ്രൻ എന്നെ വിളിച്ചത് ഇത്ര രാത്രി? എടി അതല്ല, അതൊരു 2-3 ദിവസമായില്ലേ നീ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, അതുകൊണ്ടാ. ഓ, എന്നെ കാണാഞ്ഞിട്ട് വിളിച്ചതാണല്ലേ? കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? അല്ലെങ്കിൽ തന്നെ ചേച്ചി, ഞാനിനി എന്തിനാ അങ്ങോട്ട് വരുന്നത്? എനിക്ക് പ്രയോജനമുള്ളിടത്തല്ലേ ഞാൻ നിൽക്കേണ്ടത്. അല്ല, നീ എ സി ഇല്ലാതെ എങ്ങനെ കിടന്ന് ഉറങ്ങും? എ സി തണുപ്പടിക്കാൻ വേണ്ടി നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമല്ലോ, അതുകൊണ്ട് ഞാൻ വിളിച്ചതാ. അല്ല, നീ എന്താടി അങ്ങനെ പറഞ്ഞത്? ഇവിടെ അവിടെയാണ് പ്രയോജനമുണ്ട്, ഞങ്ങൾക്ക് എന്താ പ്രയോജനം ഇല്ലാത്ത പോലെ നീ സംസാരിക്കണത്? അല്ല, കാര്യങ്ങളുടെ കിടപ്പ് പക്ഷേ ഇപ്പം അങ്ങനെയാണല്ലോ. ഇവിടെ നിൽക്കുമ്പോഴാണല്ലോ ഇനി അങ്ങോട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുക, എനിക്ക് കിട്ടുക. പിന്നെ എടി, നീ ഒരു കാര്യം ആലോചിച്ചോണം. നിന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത് ഞാനാണ് നിനക്കൊരു ജീവിതം തന്നതും, അത് നീ ഓർത്തോളണം എന്ന് രാജശ്രീ പറയാം. ഓ ചേച്ചി, അതിൻ്റെ എല്ലാത്തിനും നന്ദി എനിക്കുണ്ടാവും, അതൊരിക്കലും ഞാൻ മറക്കില്ല. ആ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാവും. പിന്നെ ഈ നന്ദിയും കടപ്പാടും അതൊക്കെ എന്നും നിനക്ക് ഓർമ്മയുണ്ടായിരുന്നാൽ മതി. അതൊക്കെ ഓർമ്മയുണ്ടാവും ചേച്ചി. പക്ഷേ ഒരു കാര്യം, ഈ നന്ദിയും കടപ്പാടും കൊണ്ട് ജീവിക്കാനാവില്ലല്ലോ. അതിന് പണം തന്നെ വേണം. നല്ല രീതിയിൽ ജീവിക്കണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിലും സൗകര്യത്തിൽ ജീവിക്കണമെങ്കിലും കാശ് വേണ്ടേ? ഒന്നുമില്ലാത്തടത്ത് നിന്നിട്ട് കാര്യമില്ലല്ലോ, ഉള്ളവൻ്റെ കൂടെ വേണ്ടേ നിൽക്കാൻ എന്നൊക്കെ സുകന്യ ഇങ്ങനെ പറയുമ്പോൾ അവിടെ നിന്നിട്ട് അച്യുതൻ പറഞ്ഞു, എടി ഫോണിങ്ങതാ, ഞാൻ സംസാരിച്ചോളാം. നീ ഒരു കാര്യം ചെയ്യും, ഫോണ് അച്യുതേട്ടന് കൊടുക്കുക. അച്യുതേട്ടന് എന്തോ കാര്യം നിന്നോട് പറയണ്ടെന്ന്. കൊടുത്തോ. അങ്ങനെ അച്ചു വാങ്ങിച്ചിട്ട് പറയണ്ട, സുകന്യേ, നിന്നോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. പിന്നെ നീ പറഞ്ഞില്ലേ നീ പറഞ്ഞൊരു ഡിമാൻഡ്, അത് ഞാനങ്ങ് അംഗീകരിച്ചു കേട്ടോ. ഓ, സ്വത്തിൻ്റെ പകുതി തരാമെന്ന് പറഞ്ഞതാണോ? അതെ, അത് ഞാൻ അംഗീകരിച്ചു. അപ്പോൾ തരുമല്ലേ? തരാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. നീ അത് എങ്ങനെയെങ്കിലും സാധിച്ചു തരണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താ? ഗോമതി ചേച്ചിയുടെ ഒരു ഒപ്പ്, അതല്ലേ വേണ്ടത്? അത് ഞാൻ സാധിച്ചു തന്നോളാം. അല്ല, അതെങ്ങനെ സാധിക്കുമെന്നാ നീ പറയുന്നത്? പിന്നെ അപ്പം തിന്നാൽ പോരെ, കുഴി എണ്ണണോ? ഞാൻ എങ്ങനെ സാധിച്ചെടുക്കുന്നു നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഗോമതി ചേച്ചിയുടെ ഒരു ഒപ്പ് വേണം, കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ. അത് ഞാൻ ശരിയാക്കി തരാം. ശരി, എന്നാൽ വയ്ക്കട്ടെ, ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കും എന്നും പറഞ്ഞ് ഫോണും വയ്ക്കുക കേട്ടോ സുകന്യ. അപ്പോൾ അച്യുതനാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ രാജശ്രീയോട് പറയാം, എടി, പാമ്പിനെയാണോ നമ്മൾ ഈ പാല് കൊടുത്ത് വളർത്തിയത്? എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. എന്താ? അല്ല, അവരുടെ സംസാരവും ഭാവമൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നണേ. അത് കഴിഞ്ഞ് സുകന്യ അവിടെ നേരെ സാരിയുടെ ഇടയിൽ ഫോണ് പൊതിഞ്ഞ് നേരെ അകത്തേക്ക് കയറി ചെല്ലാണ്. ധർമ്മൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇനി ധർമ്മനെ സോപ്പിടാൻ വേണ്ടി പറയാം, ധർമ്മേട്ടാ, ഞാനേ ഇപ്പോഴാലോചിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവിടെ ആര്യനും ആകാശും ആനന്ദമൊക്കെ ആയിട്ടെ ധർമ്മേട്ടൻ കൂട്ടുകാരെ പോലെ ഇടപഴകുന്നതുകൊണ്ടാണല്ലോ ഞാൻ വഴക്ക് പറഞ്ഞത്. അത് അങ്ങനെ തന്നെ തുടർന്ന് പൊക്കോട്ടോ. ഇപ്പം നിനക്ക് എങ്ങനെയാടി സ്വഭാവം മാറിയതും? അതല്ല, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, മദ്യപിക്കരുത്. ഇല്ല, ഞാൻ മദ്യപിക്കില്ല. നിനക്ക് വേണ്ടി എന്തും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എൻ്റെ സുകന്യയുടെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് സുകന്യ ചേർത്ത് പിടിക്കുമ്പോൾ സുകന്യ പെട്ടെന്ന് കൈ തട്ടി മാറ്റുകയാണ് കേട്ടോ. അയ്യോ, എനിക്ക് നല്ല തലവേദനയുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. ധർമ്മൻ്റെ മുഖം വാടി പോവാണ്. സുകന്യയുടെ ദേഹത്തൊന്നും തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ സുകന്യ അവിടെ എണീറ്റ് കട്ടിലിൽ ചെന്ന് കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട് ധർമ്മേട്ടാന്ന് വിളിക്കാം. ധർമ്മൻ പ്രതീക്ഷയോടെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഗുഡ് നൈറ്റ് പറയാം. ധർമ്മന് വീണ്ടും വല്ലാത്തൊരു നിരാശയൊക്കെ തോന്നാൻ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മീനാക്ഷി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഓഫീസിലേക്ക് പോകാനായിട്ട്. ഗോമതിയെ വിളിച്ച്, അമ്മേ, എനിക്ക് പോകണം, ഞാൻ പോവാ. എടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പൊക്കോ. ഇല്ല അമ്മേ, അതൊന്നും കഴിക്കാനുള്ള സമയമൊന്നുമില്ല, എനിക്ക് വേറെ ചില കോൺഫറൻസ് മീറ്റിങ്ങൊക്കെ ഇന്ന് ഓഫീസിലുണ്ട്. എന്ത് പറഞ്ഞാലും ശരി തന്നെ, നിന്നെ കഴിക്കാതെ ഞാൻ വിടില്ല. എൻ്റെ അമ്മ, എനിക്ക് ഫയലിൽ ഒത്തിരി എഴുതാനും കാര്യങ്ങളുണ്ട്, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിൻ്റെ ഇവിടെ പിടിച്ചിരുത്തി മീനാക്ഷിയോട് പറയാം, നിനക്ക് എന്താ എഴുതാനുള്ളത് എഴുതിക്കോ. അപ്പം ഞാനിങ്ങനെ മറ്റുള്ള കാര്യം ചെയ്യാം, നീ എഴുതിക്കോടി, നിനക്ക് എന്തൊക്കെ പെൻഡിങ് ഉള്ളത് നീ അവിടെ ഇരുന്ന് ചെയ്തോ. എന്നിട്ട് അവിടെ കൊണ്ടുവച്ച ദോശയും ചമ്മന്തിയും ഒക്കെ പിച്ചി വായിലേക്ക് വെച്ച് കൊടുക്കുന്നു കേട്ടോ ഗോമതി. അപ്പം മീനാക്ഷിക്ക് പെട്ടെന്നൊരു സങ്കടം പോലെ വരുന്നുണ്ട്. എന്താടി, നീ അമ്മയെ ഓർത്തു പോയല്ലേ? സാരമില്ല കേട്ടോ, എൻ്റെ അമ്മ പോലും ഇത്രയും കെയറിങ് എനിക്ക് തന്നിട്ടില്ല, അതുകൊണ്ടാണ്. സാരമില്ല, അമ്മമാരിൽ നിന്നും കിട്ടാത്ത സ്നേഹം ഇതുപോലെ ആരെങ്കിലും തരുന്നത് നല്ലതല്ലേ? അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ കുറവുകളൊക്കെ നികത്താം. നീ കഴിക്കുക എന്ന് പറഞ്ഞ് കൊണ്ടുവച്ച മുഴുവൻ ഭക്ഷണവും മീനാക്ഷിയെ കൊണ്ട് കഴിപ്പിക്കണം കേട്ടോ. അപ്പോൾ
അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അങ്ങോട്ട് സുകന്യ രാവിലെ തന്നെ ഒരുങ്ങി ചമഞ്ഞൊരു ബാഗുമായിട്ട് വരുന്നുണ്ട്. ആ സുകന്യ, നീ എങ്ങോട്ടാണ് പോകുന്നത്? അല്ല ഗോമതി ചേച്ചി, എനിക്കിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്, എനിക്കൊന്ന് അങ്ങോട്ട് പോകണം, അതിന് വേണ്ടി പോകാൻ ഇറങ്ങിയതാ. അപ്പോൾ ധർമ്മൻ എന്തേ? ധർമ്മേട്ട വരുന്നില്ലെന്നേ. അതെന്താ? ധർമ്മേട്ടനെ ഞാൻ വിളിച്ചതാ, കല്യാണം ഉണ്ട് വരാൻ. ധർമ്മേട്ട ഒരു വിധത്തിൽ വരില്ല. വിളിച്ചാൽ വരണ്ടേ, അല്ലാതെ എന്ത് ചെയ്യാൻ? ആഹാ, ഞാൻ അവനെ ഇപ്പോൾ വച്ചിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഗോമതി ദേഷ്യപ്പെടും. അയ്യോ വേണ്ട വേണ്ട, ധർമ്മേട്ടൻ കിടന്നോട്ടെ, ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വന്നോളാം. എന്നാൽ ഒരു കാര്യം ചെയ്യും, മീനാക്ഷി റെഡിയല്ലേ, നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് പൊക്കോ. അയ്യോ അത് വേണ്ട മീനാക്ഷി, ഒന്നി പൊക്കോ, ഞാൻ പിന്നെ പൊക്കോളാം. അതെന്താ, നമ്മൾ ഒരുമിച്ചല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം മീനാക്ഷി, നിനക്ക് ഓഫീസിലേക്കല്ലേ പോകേണ്ട, നീ അങ്ങോട്ടല്ലേ പോകണം. ഞാൻ എനിക്ക് അങ്ങോട്ടല്ല റൂട്ട്, ഞാൻ ഓപ്പോസിറ്റാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പൊക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ മീനാക്ഷിയോട് പോകാൻ താല്പര്യമില്ലാത്ത രീതിയിൽ സുകന്യ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അയ്യോ അതെന്താ സുകന്യ അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത്? ഈ ധർമ്മൻ എന്ത് പണിയാണ് കാണിച്ചത്? അപ്പോൾ ധർമ്മൻ ഉറക്കത്തിൽ നിന്നിട്ട്, ചേച്ചി എന്തായി കാപ്പിയൊക്കെ, ചായ തന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ, എടാ നീ എന്ത് പണിയാണ് കാണിച്ച്? ഇന്ന് സുകന്യ നീ ഒറ്റയ്ക്ക് വിട്ടല്ലേ? സുകന്യ എവിടെ പോവാനാ? നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല, സുകന്യ എങ്ങോട്ട് പോയി? ഞാൻ കണ്ടില്ലല്ലോ. എടാ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് സുകന്യ വേഷമൊക്കെ മാറിപ്പോയല്ലോ, നിന്നെ വിളിച്ചിട്ട് നീ ചെന്നില്ല എന്നാണല്ലോ പറയുന്നത്. ആണോടാ? പെട്ടെന്നാണ് നമ്മൾ ധർമ്മന് കത്തിയത്, എന്തോ കള്ളത്തരമുണ്ടെന്ന്. എന്നെ ഉടനെ തന്നെ, ഇല്ല ചേച്ചി പറഞ്ഞിരുന്നു, എന്നെ വിളിച്ചിരുന്നു, ഞാൻ വരുന്നില്ലെന്ന് ഞാനാ പറഞ്ഞത്. എടാ നിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണത്തിന് ഭർത്താവും ഭാര്യയും എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നത് പെണ്ണുങ്ങൾക്കും ഒരു പ്രത്യേക സന്തോഷമാണ്, അത് നിനക്ക് അറിയാഞ്ഞിട്ടാ. നീ ഇനി എന്തൊക്കെ പഠിക്കാൻ കിടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് ധർമ്മൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഗോമതി. അപ്പം തന്നെ മീനാക്ഷിക്ക് കത്തിയിട്ടോ. എന്തായാലും ഇത് ധർമ്മേട്ടൻ അറിയാത്ത കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ ധർമ്മം മാമൻ എന്തായി ഇത് അറിയാത്തത്? ശരി. അങ്ങനെ ഗോമതി അവിടുന്ന് പോകുമ്പോൾ ധർമ്മം മാമനോട് നമ്മുടെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ചേച്ചി പോയ കാര്യം എന്താ മാമൻ അറിഞ്ഞിട്ടില്ലേ? അല്ല എന്നോട് പറഞ്ഞ, ഇന്നലെ രാത്രി അവൾ എന്നോട് പറഞ്ഞതാണ്, പക്ഷേ ഞാനത് വിട്ടുപോയിട്ടോ. സത്യം പറ, ശരിക്കും പറഞ്ഞോ അതോ കള്ളമാണോ? പറയാതെയല്ലേ ചേച്ചി ഇവിടുന്ന് പോയത്? ഇല്ലെന്നേ, സത്യം അവൾ എന്നോട് പറഞ്ഞു. പക്ഷേ നമ്മുടെ ധർമ്മൻ്റെ മുഖം വല്ലാതിരിക്കുമ്പോൾ തന്നെ മീനാക്ഷിക്ക് കാര്യമൊക്കെ പിടികിട്ടി. മീനാക്ഷി അവിടുന്ന് പോവാണ്. സുകന്യ നേരെ അവിടുന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് നേരെ നടന്ന് ചെല്ലുന്നത് നമ്മുടെ ഉദയഭാനുവിൻ്റെ വീട്ടിലേക്കാട്ടോ. ഉദയഭാനുവിൻ്റെ വീട് അന്വേഷിച്ചാണ് പോകുന്നത്. രാജശ്രീ പറഞ്ഞ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഉദയഭാനുവിനെ കാണണം. വലിയ ബിസിനസ് മാഗ്നറ്റല്ലേ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ അടിച്ച് മാറ്റിയിട്ട് വേണം അങ്ങേരോടെ ചേർന്ന് വലിയൊരു പണക്കാരി ആവാനായിട്ട്. ഇതാണ് ഉദ്ദേശം. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കിനും ഉദയഭാനു വീട്ടിൽ നിന്ന് ഇറങ്ങിയ പത്രം കയ്യിലുണ്ട് കേട്ടോ. അങ്ങ് ദൂരോട്ട് വരുവാണ്, തലയിൽ വിക്കോ ഒന്നുമില്ല. നടന്ന് നേരെ വരുമ്പോഴാണ് മുന്നിൽ സുകന്യ. അയ്യോ ഇവളെന്താ ഇവിടെ എന്നും പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് സുകന്യയുടെ ചെരുപ്പിലേക്ക് സാരി ചുറ്റുന്നുണ്ട് കേട്ടോ. അതൊന്ന് നേരെയാക്കാൻ വേണ്ടി സുകന്യ കുനിയാണ്. ആ സമയത്താണ് നമ്മുടെ ഉദയഭാനു അവളെ കാണുന്നത്. പെട്ടെന്ന് തന്നെ പേടിച്ച് തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്, പത്രം നിവർത്തി വെച്ചിട്ട് മുഖം കാണണ്ടല്ലോ എന്ന് വെച്ച്. അപ്പം സുകന്യ ആലോചിക്കണം, ഈശ്വര വീട് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, ഈ ഭാഗത്ത് എവിടെയാണല്ലോ, ഇയാളോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് നേരെ ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് വന്നു. ചേട്ടാ ഈ ഉദയഭാനു എന്ന് പറയുന്ന സാറിൻ്റെ വീട് എവിടെയാണ്? ഉദയഭാനു പെട്ടെന്ന് ശബ്ദം മാറ്റിയിട്ട് പറയാം. അതെ, പെണ്ണുങ്ങളെ ശബ്ദം പോലിട്ട് പറയണ്ട, വേറെ ശബ്ദത്തിൽ. അങ്ങനെ ഒരാളുണ്ട് കേട്ടോ, പക്ഷെ അത് ഇവിടെ അല്ല, അത് നിങ്ങൾ വന്ന വഴി നേരെ അങ്ങോട്ട് പോകണം. മുഖം കാണിക്കുന്നില്ല, പത്രം വച്ച് മറച്ച് തിരിഞ്ഞ് നിൽക്കുകയാണ്. അയ്യോ ഞാൻ ഇത്രയും നടന്നു വന്നതല്ലേ. അതെ, അയാളൊരു വലിയ ബിസിനസ് മാഗ്നറ്റ് അല്ലേ? അതെ അതെ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അയാളുടെ വീട് ഇവിടെയല്ല, നിങ്ങൾ തിരിച്ച് വന്ന വഴി 5 കിലോമീറ്റർ തിരിച്ചു പോകണം. അവിടെ ഒരു ജംഗ്ഷനുണ്ട്, അവിടെ നിന്ന് അടുത്തോടെ ഒരു 1.5 കിലോമീറ്റർ പിന്നെയും പോകണം എന്നൊക്കെ പറഞ്ഞ് വഴി പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോകുന്നതാണ് നല്ലത്. ശരി ചേട്ടാ, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ സുകന്യ ഒരു ഓട്ടോ പിടിച്ചിട്ട്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ ഉദയഭാനു ആകെ ടെൻഷനാവാണ്. ഇവളെന്തിനാ ഇവിടെ? ഉദയഭാനുവിനെ അന്വേഷിച്ച് എന്തിനാ വന്നതാ? ഈശ്വര തലവേദനയാണല്ലോ ഉണ്ടാക്കി വെക്കുന്നതെന്ന് അയാൾ പേടിച്ച് നേരെ വീട്ടിലേക്ക് ചെല്ലാണ്, അയാളുടെ വീട്ടിലേക്ക്. ഈ സമയത്ത് സുകന്യ ഇടയ്ക്ക് ഗോമതിനെ വിളിച്ചിരുന്നു കേട്ടോ. ഉദയഭാനുവിൻ്റെ വീട് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടേ. അതിനടുത്ത് എവിടെയോ ആണ് കല്യാണം നടക്കുന്നതെന്നാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം കള്ളത്തനം പറഞ്ഞിരിക്കുന്നത്. ആ കല്യാണത്തിന് പോകണം. ഉദയഭാനു സാറിൻ്റെ വീട് ഇവിടെ അടുത്താണല്ലോ, അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് വരാം എന്നും പറഞ്ഞ് കറക്റ്റായിട്ട് വഴി ചോദിക്കുന്നുണ്ട് ഗോമതിയോട്. അങ്ങനെ ഗോമതി കറക്റ്റാണ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇത്രയാണെങ്കിൽ നമ്മളെ ശ്രീദേവിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പറയാം, കുഞ്ഞിന് വേണ്ടി ഇതൊക്കെ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ. ശരി ശരി കഴിച്ചോളാമേ, ഇല്ലെങ്കിൽ എൻ്റെ പോലീസ് കാര്യം ഞാൻ ഇടിച്ച് ശരിയാക്കും എന്നൊക്കെ മിത്ര തമാശ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ചേച്ചിയെ സുകന്യ ചേച്ചി വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്നെ എന്തിനാണ് വിളിച്ചത്? എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല അമ്മയെ വിളിച്ചു, അതുകൊണ്ടാണ്. അമ്മയെ വിളിച്ചതുകൊണ്ട് എന്നെ വിളിക്കണമെന്നുണ്ടോടി?
അല്ലെന്നേ, അമ്മയെ വിളിച്ചു ഉദയഭാനു സാറിൻ്റെ വീട് എവിടെയെന്നൊക്കെ ചോദിച്ചു. ആരുടെ? അച്ഛൻ്റെയോ? അതെ. അതെന്തിനാ? അപ്പം പിന്നെ ചേച്ചിയും വിളിച്ച് കാണുമെന്ന് സംശയത്തിലാണ് ഞാൻ ചോദിച്ചത്. എന്നെ വിളിച്ചിട്ടില്ല. അതറിയില്ല. ഉദയഭാനു സാറ് വീടിൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് എവിടെയോ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ അതിന് കൂടിയിട്ട് അവിടെ കയറാം എന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു. അതെയോ? അങ്ങനെ അതോടുകൂടി പെട്ടെന്ന് തന്നെ ദേവി ഡെസ്പായി പോയിട്ടോ. ദേവി ആകെ ടെൻഷനായി. ഇവരെന്തിനാ അങ്ങോട്ട് പോയത്? ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോയതാണോ, അറിയാൻ പോയതാണോ? ദേവി ആകെ ടെൻഷനായി. ഇത് കണ്ടിട്ട് മിത്ര ചോദിക്കുകയാണ്, ചേച്ചി എന്താ പെട്ടെന്ന് ടെൻഷനായത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ശരി, ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ പറയണേ എന്ന് പറഞ്ഞിട്ട് മിത്ര അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അതോടുകൂടി ദേവി ആകെ തകർന്നു പോയിട്ടോ. മനസ്സേ അങ്ങ് വല്ലാണ്ടായിപ്പോയി. ഈ സമയത്ത് സുകന്യ വീടെല്ലാം കണ്ടുപിടിച്ച് നേരെ ഓട്ടോ പിടിച്ച് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ശ്രീകല അവിടെയൊക്കെ തൂത്തും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. മുറ്റത്തേക്ക് തൂത്ത് സിറ്റൗട്ടൊക്കെ തൂക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു ഓട്ടോ വന്ന് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഇത് ആരായി ഓട്ടോയിൽ വന്നതെന്ന് നോക്കുമ്പോൾ സുകന്യയാണ് ഇറങ്ങി വരുന്നത്. അയ്യോ, ഇത് സുകന്യയല്ലേ? ഇവളെന്തിനാ ഇവിടെ വന്നത്? ഈശ്വര, നോക്കുമ്പോൾ പഴയ സാരി വീട്ടിൽ നിൽക്കും പോലെയല്ലേ. പെട്ടെന്ന് അകത്തേക്ക് ഓടിച്ചെന്ന് കഥവൊക്കെ വലിച്ചടച്ചിട്ട് ജനലിൽ കൂടെ ഇങ്ങനെ നോക്കാട്ടോ ഇവളെന്തിനാ വന്നതെന്ന്. ഇത് തന്നെയാണോ വീട്? വീടിൻ്റെ വലിപ്പമൊക്കെ കാണുമ്പോൾ സുകന്യ അന്തം വിട്ട് പോവാട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ അന്ന് കോളിംഗ് ബെല്ല് അടിക്കുകയാണ് തുരാന്ന്. ആ സമയത്ത് ഉദയഭാനു സ്വന്തം വീട്ടിലേക്ക് കയറി വരുവാണ്. ഉദയഭാനു ഗേറ്റിൻ്റെ അവിടേക്ക് വന്ന് നിൽക്കുന്നതും സിറ്റൗട്ടിൽ നിൽക്കുന്ന ആളെ കണ്ട് പേടിച്ച് വിറച്ച് അവിടെ മറിഞ്ഞ് നിൽക്കുക. ഈശ്വര, ഇവളിവിടെ എത്തിയോ? ഇതിനെ പെട്ടെന്ന് ഇവളെന്തിനാണ് ഇവിടെ അന്വേഷിച്ച് വന്നതെന്ന് പുറത്ത് നിന്നും കൊണ്ട് നമ്മുടെ ഉദയഭാനു അന്തം വിട്ട് ചോദിക്കുന്നുണ്ട്. മനസ്സിലാലോചിക്കുകയാണ്. അകത്ത് നിന്നും കൊണ്ട് കഥപടച്ചിരിക്കുകയാണല്ലോ നമ്മുടെ ശ്രീകല. അന്തം വിട്ട് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്